നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടം നടക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പിന്തുണയോടെ ഇടവേള ബാബു വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കാനുള്ള കരുക്കൾ നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ പിന്തുണയും മമ്മൂട്ടിയുടെ പിന്തുണയും ആർക്ക് ലഭിക്കുന്നോ അവർക്കായിരിക്കും മുൻതൂക്കമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജോയ് മാത്യു അടക്കം, ജഗദീഷ് അടക്കം, ശ്വേതാ മേനോൻ അടക്കം, ബാബുരാജ് അടക്കമുള്ളവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും കച്ചമുറക്കി കഴിഞ്ഞു. 550 അംഗങ്ങളോളമാണ് അമ്മയിലുള്ളത്. അതിൽ 110 പേരും മത്സരിക്കാനുള്ള നോമിനേഷൻ വാങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ മത്സരത്തിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി വരുമെന്ന് വിചാരിച്ച വിജയരാഘവനും കുഞ്ചാക്കോ ബോബനും തങ്ങൾ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു. കാരണം അമ്മയുടെ ഭാരവാഹിയായി മത്സരിച്ച് ജയിച്ചാൽ വരുന്ന ഉത്തരവാദിത്വവും വരുന്ന ആരോപണവുമെല്ലാം ഭയാനകമായിരിക്കുമെന്നും ഈ അവസ്ഥയിൽ അമ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് വിജയരാഘവനും കുഞ്ചാക്കോ ബോബനും പിന്മാറിയതത്രേ. അവസാന നിമിഷം വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരായിരുന്നു വിജയരാഘവൻ്റേത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ ശ്വേതാ മേനോൻ്റെ പേര് പറഞ്ഞു കേൾക്കുകയും ചെയ്തു. കാരണം ഇത്തവണ ഒരു വനിതയെ ജനറൽ സെക്രട്ടറി ആക്കണം. കാരണം നിരവധി സ്ത്രീപീഡന കേസുകളും ആരോപണങ്ങളും അമ്മയിലെ അംഗങ്ങളെ ചുറ്റിപ്പറ്റി വരികയും അതെല്ലാം വലിയ തോതിൽ വാർത്തയാവുകയും ചിലരെല്ലാം അറസ്റ്റിലാവുകയും കേസ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തൊരു പശ്ചാത്തലത്തിൽ അമ്മയ്ക്ക് ഒരു വനിതാ നേതൃത്വം അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് എല്ലാ പ്രവർത്തകരും അല്ലെങ്കിൽ താരങ്ങളും എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കം വളരെ തകൃതിയായി നടക്കുകയായിരുന്നു. എന്നാൽ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇടവേള ബാബു രംഗത്ത് വന്നത്. മോഹൻലാലിൻ്റെ പിന്തുണയും മമ്മൂട്ടിയുടെ പിന്തുണയും KB ഗണേഷ് കുമാറിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ മുകേഷിൻ്റെയും അടക്കമുള്ളവരുടെ പിന്തുണയും, ജഗദീഷിൻ്റെ പിന്തുണയില്ലെങ്കിലും സിദ്ദിഖിൻ്റെ പിന്തുണ ഏതായാലും ഇടവേള ബാബുവിനാണ്. അങ്ങനെ അമ്മയെ നയിച്ച, മുൻകാലങ്ങളിൽ നയിച്ച പ്രഗത്ഭരായ നടന്മാരുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഇടവേള ബാബു രംഗത്തിറങ്ങിയിരിക്കുന്നത്. മോഹൻലാൽ സമ്മതിച്ചാൽ ഇടവേള ബാബു മത്സരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മത്സരിച്ചാൽ മോഹൻലാലിൻ്റെ പിന്തുണ ഇടവേളയ്ക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ച് വീണ്ടും ജനറൽ സെക്രട്ടറി ആകുമെന്ന് കരുതുന്നവരും അമ്മയിൽ ഏറെയാണ്. ഏതായാലും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തീ പാറുന്ന പോരാട്ടമാണ് ഇപ്പോൾ അമ്മയിൽ നടക്കാൻ പോകുന്നത്. ആ സംഘടന പിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ജോയ് മാത്യു അടക്കമുള്ള അല്ലെങ്കിൽ ജഗദീഷ് അടക്കമുള്ള ഇപ്പോഴുള്ള നേതൃത്വത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ആളുകളും അതിശക്തമായി രംഗത്തിറക്കിയിട്ടുണ്ട്. കാരണം ജഗദീഷിനെ പോലെയും ജോയ് മാത്യുവിനെ പോലുള്ളവർ ആ രംഗത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നാൽ അമ്മയ്ക്ക് വേറൊരു മുഖം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം ഇവരെല്ലാം വളരെ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. വെറും സിനിമാക്കാർ മാത്രമല്ല, വളരെ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നവരാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തുന്നവരാണ്. അതുകൊണ്ട് ജോയ് മാത്യുവും ജഗദീഷും എല്ലാം വളരെ മികച്ച നേതൃത്വമായിരിക്കും അവർ ജയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഏതായാലും അടിസ്ഥാനപരമായി സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കളിയാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും തീരുമാനിക്കുന്നവർ തന്നെ ജനറൽ സെക്രട്ടറി ആകാനാണ് സാധ്യത എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ഇടവേള ബാബു ആഞ്ഞിടിച്ച് രംഗത്തുണ്ട്. തൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിന് അല്പം ഒരു ഇടവേള കൊടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയെങ്കിലും ആ ഇടവേളകളെല്ലാം അവസാനിപ്പിച്ച് ഇടവേള ബാബു തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയാണെന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി മോഹൻലാലിൻ്റെ ബന്ധനം കൂടെ ഉറപ്പാക്കിയാൽ ഒരുപക്ഷെ ഇടവേള ബാബു വീണ്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയേക്കാം.